ഹലോ ഗായ്സ്, അസ്സലാമു പച്ചമീൻ മാറി നിൽക്കുന്ന രീതിയിൽ ഉണക്ക അയലയും മാങ്ങയിട്ട് അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു കറി വെച്ചാലോ. അതിനായി ഞാൻ ഒരു പച്ചമാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പഴുത്തു പോയതായാൽ നമുക്ക് അതിന് പുളിയൊന്നും കിട്ടത്തില്ല. അപ്പോൾ 2 അയലയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ അയലയും 3 പീസായിട്ട് മുറിച്ച് എടുക്കുക കേട്ടോ. ഈ മീൻ വാങ്ങുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കറി വെക്കാനുള്ള മീൻ പെട്ടെന്ന് അഴുകിപ്പോവും. അപ്പം ഒന്നുകൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങുക. ഇതിലേക്ക് ആവശ്യമായ ഒരു പിടി ഉള്ളി, ഒരു ചെറിയ ഇഞ്ചി പീസ്, 3-4 പച്ചമുളക് എല്ലാം ചെറുതായി അരിഞ്ഞ് റെഡിയാക്കി എടുക്കുക. ശേഷം ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാനായി ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഈ ചുരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും 3-4 ചെറിയുള്ളിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരപ്പരയാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്ത് 2 സ്പൂൺ എണ്ണ ഊറ്റി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക്, ഉള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് വാടാൻ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ കറി റെഡി ആകുമ്പോൾ പച്ചമുളകും ഉള്ളിയും എല്ലാം പച്ച പോലെ തന്നെ കിടക്കും. ഇതിലേക്ക് ഒരു മാങ്ങ മുഴുവനായി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഊറ്റി 1 സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് വേകാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. വെന്ത് അലിഞ്ഞു പോകരുത് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് നോക്കുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം വേവ് വന്നിട്ടുണ്ട്. മാങ്ങ ചാറിലേക്ക് അലിഞ്ഞു പോയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ ഈ ഒരു പരുവം മതി കേട്ടോ. തന്നെ ആ കറിയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നല്ല ഉണക്കായ ഇട്ട് കൊടുത്ത് അത് ഉടഞ്ഞു പോവാതെ ചെറിയ തവി കൊണ്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഒത്തിരി ഇട്ട് ഇളക്കരുത്, ഇളക്കിയ അത് ഉടഞ്ഞു പോകും. ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. കളറാകാൻ വേണ്ടിയാണ് മുളക് പൊടി ഇട്ട് കൊടുത്തേ. അപ്പോൾ നമുക്ക് കറി സെറ്റായി നോക്കാം. അപ്പോൾ നമ്മൾ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മീൻ ഈ ഒരു പരുവായി. അലിഞ്ഞു പോകരുത് കേട്ടോ. വെച്ചിട്ട് പോയാൽ അത് വെന്ത് ഉടഞ്ഞ് പോയി ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ നമ്മൾ അരപ്പെല്ലാം ഊറ്റി കൊടുത്ത് നന്നായിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ അരപ്പെല്ലാം ഒന്ന് മിക്സ് ആവാൻ. ഇനി താളിപ്പിനായി ഒരു പാൻ വെച്ച് 5 സ്പൂൺ എണ്ണ ഊറ്റി 1 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉലുവ, ആവശ്യത്തിന് ചെറിയ ഉള്ളിയും കീറിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ശേഷം അതിലേക്ക് 3-4 ചുവന്നുമുളകും കൂടെയും കീറിയിട്ട് അത് നന്നായിട്ട് വാട്ടിയെടുത്ത് ഒരു ബ്രൗൺ നിറത്തിലാകുമ്പോൾ കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കരിയാപ്പിലയാണ് ഏതൊരു കറി വെച്ചാലും. എനിക്ക് കുറച്ച് കരിയാപ്പില കിട്ടിയില്ലെങ്കിൽ ആ കറിക്ക് ഒരു സുഖം ഉണ്ടാവില്ല ഗൈസ്. ഇപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ശേഷം കറിയിലേക്ക് ഊറ്റി കൊടുത്ത് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. 10 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനത്തെ ഒരു അടിപൊളി കറി എത്ര ചോറ് കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.